ചേട്ടാ ചേട്ടാ എനിക്ക് ഇതുപോലെ ഒരു കൊട വാങ്ങി തരൂ. വീട് മേയാനാ? അല്ല, അനിയത്തിക്ക് സ്കൂളിൽ പോകാനാ. ഓ, ചില്ലറ മോഹമൊന്നും അല്ല. 2 ഐസ്ക്രീം. ചേട്ടാ 3 ഐസ്ക്രീം പറയേട്ടാ. 3 മൂന്നാമത് ആർക്കടി ഐസ്ക്രീം? അല്ല, 2 എനിക്ക് 1 ചേട്ടന്. ഓ അങ്ങനെ, 2ന്റെ കൂടെ 3. അപ്പൊ അതോടെ കൂടി 2 ഐസ്ക്രീം. പിന്നെ വേഗം നമുക്ക് ആരാടി അവൻ? എനിക്കറിയില്ല. എടി ആരാടി അവൻ? എനിക്കറിയില്ല ചേട്ടാ. എന്താടി അവൻ നിന്റെ ചെവി പറഞ്ഞത്? അയ്യോ, എന്താ പറഞ്ഞു? സത്യം പറഞ്ഞോളാം, ഞാൻ നിന്റെ ഭർത്താവാണ്. ഒരാഴ്ചയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ ഒരാഴ്ചയുടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ പുറകെ അവൻ മണത്ത് നടക്കണ്ടായിരുന്നു. എടി സത്യം പറഞ്ഞു, അവന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്? ചേട്ടാ ആരോട് പറയരുത് ചേട്ടാ. നീ എന്റെ അടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ നിന്റെ ഭർത്താവല്ലേ. ചേട്ടാ ആരാടി എനിക്ക് അവൻ നിന്റെ ചെവിയിൽ എന്താടി പറഞ്ഞത്? ചേട്ടാ ആരോട് പറയരുത്. ഞങ്ങളെ കുടുംബ പ്രശ്നമാണ്, മറ്റാർക്ക് ഇടപെടുന്ന കാര്യമില്ല. സത്യം പറയണി. ചേട്ടാ സൗത്തി കുത്തരുത് ചേട്ടാ. സൗത്തി കുത്തരുന്നോ? അല്ല, ശവത്തി കുത്തരുത് ചേട്ടാ. നിന്റെ ശവത്തിലല്ല കുത്താണ്ടിരിക്കുന്ന ഒരു കാര്യം പറ. എന്താ അവൻ രഹസ്യം പറഞ്ഞത് പറ. ആരോട് പറയരുത്. പറയാം. എന്റെ പൊന്നി ചേട്ടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയിൽ ഒരുത്തിന് വേണ്ട പുറകെ ഞാൻ പല പ്രാവശ്യം ഞാൻ വശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവൻ ചെവിന് വന്നിട്ട് എന്തോ രഹസ്യം പറഞ്ഞിട്ട് പോയിരിക്കുന്നതാണ്. ഒളിച്ചോടി പോകാനല്ലേ? സത്യം പറയണി. ഞാൻ പറയാം, അതായത് നമുക്കൊക്കെ കുടുംബമുണ്ട്. ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരണം. അതുകൊണ്ട് എന്നെ പറഞ്ഞതിന് പെങ്ങളെ കാര്യം പറഞ്ഞു. അതെ, ഞങ്ങൾ രണ്ടുപേരും നടന്നു വരുമായിരുന്നു. ശരിയല്ലേ? ഞാൻ എല്ലാം പറയാം. ഞങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഐസ്ക്രീം ഓർഡർ ചെയ്തു. ശരിയല്ലേ ചേട്ടാ? ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോ അയാള് വന്നിട്ട് ഞാൻ പറയാം ചേട്ടാ. അയാള് വന്നിട്ട് എന്റെ ചെവിയില് പറയാ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി.